ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠനത്തിൽ മടിയുള്ളവരാണ് നിങ്ങളുടെ കുട്ടികളെന്നുണ്ടെങ്കിൽ അവരുടെ മടി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരിതാണ്. നമ്മൾ പറയുന്നത് അനുസരിക്കാതിരിക്കൽ ഒരു മടിയാണല്ലോ. അതായത് ഇപ്പോൾ പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കാതിരിക്കുക, അതായത് പഠനത്തിൽ മടി ഉണ്ടെന്ന് അവർക്കർത്ഥം. പഠനത്തിൽ മടി, അതുപോലെ തന്നെ പഠിക്കാൻ ശ്രദ്ധ കിട്ടായ്മ, പഠിക്കാൻ മൂടില്ലാത്ത അവസ്ഥ, ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇത് നന്നായിട്ട് തന്നെ ഉപകരിക്കും. നിങ്ങളുടെ മക്കളെ ക്ലാസ്സിൽ ഏറ്റവും മികച്ച ആളാവാനും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ തന്നെ ഇപ്പോൾ പറഞ്ഞു ക്ലാസ്സിൽ മികച്ച ആളാവുന്നില്ല. ഇപ്പോൾ നമ്മൾ അധികം ഭൂരിഭാഗം പേരൻസിൻ്റെയും ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ടോപ്പർ ആവണം എന്നുള്ളതാണ്. ക്ലാസ്സിൽ ടോപ്പർ ആവുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന മാർക്ക് എൻ്റെ കുട്ടിക്ക് കിട്ടുക, അങ്ങനെയല്ല ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ കുട്ടിയുടെ മാക്സിമം എത്രയാണ്, അതായത് ഏറ്റവും നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ഏറ്റവും നല്ല മാർക്ക് വാങ്ങുക എന്നല്ലാതെ അവരെക്കാൾ കൂടുതൽ മാർക്ക് വേണം, ഇവരെക്കാൾ കൂടുതൽ മാർക്ക് വേണം, അങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും നന്നായിട്ട് നല്ല മാർക്ക് വേണം, അങ്ങനെയല്ല. അതായത് ഇപ്പോൾ എല്ലാവരെക്കാട്ടിലും കൂടുതൽ മാർക്ക് ക്ലാസ്സിൽ നീ ഫസ്റ്റ് വാങ്ങണം, അതിപ്പോൾ എത്രയായാലും കുഴപ്പമില്ല, അങ്ങനെയല്ല. ഏറ്റവും ആ കുട്ടിയുടെ മാക്സിമം, ആ കുട്ടിക്ക് എത്രയാണ് മാക്സിമം മാർക്ക് വാങ്ങാൻ കഴിയുക അത്രയും മാർക്ക് വാങ്ങുക, ഏറ്റവും നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ ആരെക്കാളും മുന്നിലാവണം അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പം ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ കുട്ടികളുടെ മടി മാറാനില്ല, പഠനത്തിൽ അവർ നല്ല മുന്നേറാൻ വേണ്ടിയിട്ടില്ല, എല്ലാ രീതിയിലും മുന്നേറാൻ വേണ്ടിയിട്ടില്ല ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പഠിക്കും വേണം, അതിന് ശേഷം പഠിച്ചവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുക വേണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ പഠിച്ചവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ആണ്, ട്രിക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ആയത്തുണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ വായിക്കുന്നില്ല, ഈ ഒരു ആയത്താണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ആയത്ത് നമ്മൾ 10 തവണ വീതം എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന് ശേഷം പതിവാക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്ക് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാകും മക്കളിൽ. അപ്പോൾ എല്ലാവരും പതിവാക്കുക. പിന്നെ ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ, ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ അറബിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അറബി വായിക്കാൻ അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. അറബി വായിക്കാൻ അറിയാതെ, ഖുർആൻ ഓതാൻ അറിയാതിരിക്കുന്ന പാരൻസ്, അല്ലെങ്കിൽ വലിയ ആൾക്കാരും ചെറിയ കുട്ടികളടക്കം ഒരുപാട് ആൾക്കാർ അറബി വായിക്കാനും അതുവഴി ഖുർആൻ ഓതാനൊന്നും അറിയാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ അറബി പഠിക്കാമെന്ന് പറയുന്ന ക്ലാസ്. അത് നമുക്ക് 20 ദിവസത്തെ ക്ലാസ്സാണ് വരുന്നത്. 20 ദിവസത്തിന് 800 രൂപ മാത്രമാണ് ഫീ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സമയത്തിന്, ഇപ്പോൾ സ്കൂളിൽ പോകുന്നതോ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഒരു ദിവസം ഫ്രീ ആവുന്ന സമയം ക്ലാസ് കാണാൻ പറ്റും. അങ്ങനത്തെ ക്ലാസ്സുകളാണ് തയ്യാറാക്കിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ 800 രൂപ മാത്രം ഫീസ് വരുന്ന ഈ ഒരു ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോക്ക് താഴെ മോർ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കടക്കുക. അറിയാത്ത ആൾക്കാരുണ്ടാവും, അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു കഴിഞ്ഞാൽ അവിടെ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കോൾ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നതാണ്. എപ്പോഴാണ് ഞാൻ മെസ്സേജ് അയക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്തിട്ട് കിട്ടാതിരുന്നാലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കോൾ ചെയ്യുമ്പോൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖുർആൻ പഠിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഖുർആൻ ഓതാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. ചെറുപ്പത്തിലെ സാഹചര്യം ചിലപ്പോൾ അനുവദിച്ചിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ അതിൽ പ്രായപരിധി ഇല്ല, വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും ഒക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.